എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഭയങ്കര ഈസി ആൻഡ് സിമ്പിൾ ബട്ട് ഹെൽത്തി ആയിട്ടുള്ള ബ്രോക്കലി ആൻഡ് ഷ്രിംപ് തോരൻ കാണിക്കാനാണേ. അപ്പോൾ ഇതാ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ബ്രോക്കലി. ഈ പച്ചക്കറി ഞാനങ്ങനെ അരിഞ്ഞ് കഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല കേട്ടോ. നമ്മുടെ മിക്സിയിലെ പൾസ് മോഡിൽ ഇട്ടിട്ട് 2 കറക്കും ഇറക്കി എടുത്തു. ഇനി നിങ്ങളുടെ കയ്യിൽ ചോപ്പർ ഉണ്ടെങ്കിൽ അതായാലും മതി. നെക്സ്റ്റ് ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ, അതിലേക്ക് നമ്മളൊരു 3-4 പച്ചമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ തേങ്ങ ചിരകിയത്, ഇത് ഇത്രയും കൂടെ ചേർത്ത് മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുക്കണം കേട്ടോ. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. ഒരു പാൻ എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ കുറച്ച് കടുകും കുറച്ച് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ടൊന്ന് പൊട്ടിച്ചിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രോക്കലിയും പിന്നെ നമ്മൾ ആദ്യം അരച്ചു വെച്ച ഒരു ഷ്രിമ്പിന്റെ മിക്സിലെ ആ ഒരു മിക്സും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ലേശം ഉപ്പും കൂടെ ചേർത്ത് ഒന്നിളക്കി നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ വേവിക്കുമ്പോൾ നമ്മളങ്ങനെ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ആ ഒരു ആവി തന്നെ ഇരുന്നൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇനി അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ടു 10 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അടിക്കൊന്നും പിടിക്കത്തില്ല. ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാലും മതി. അപ്പോൾ അതൊന്നായി വരട്ടെ. ഇൻ ദ മീൻ ടൈം നമ്മുടെ ഇപ്പുറത്തെ സ്റ്റൗവിൽ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തോരൻ ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതാ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഈ ഒരു റെസിപ്പി ഭയങ്കര ഈസി ടു മേക്കും, അതേപോലെ തന്നെ ഹെൽത്തിയാണ് കേട്ടോ. പിന്നെ നല്ല അടിപൊളി ടേസ്റ്റും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ ഒരു ഫ്രണ്ട് ഇൻസ്റ്റാഗ്രാമിൽ എന്തോ കണ്ടിട്ട് എനിക്ക് അയച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ട്രൈ ചെയ്തു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. I hope you guys enjoy today's vlog. See you soon in my next video. Thank you so much. Bye.